Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് വൂളൻ ത്രെഡ് വെച്ചിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു പെന്നാണ് കേട്ടോ. പിന്നെ ഒരു ഈർക്കിലിയാണ് വേണ്ടത്. അപ്പോൾ ഈർക്കിലിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബാംബൂ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ആ വൂളൻ ത്രെഡിനെ ആ പെന്നിലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ലൂസായിട്ട് ചുറ്റി കൊടുക്കുക, നല്ല ടൈറ്റായിട്ട് ചുറ്റരുത് കേട്ടോ. നല്ല ലൂസായിട്ട് തന്നെ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആ പേന മുഴുവനായിട്ട് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പേന മുഴുവനായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ആ ത്രെഡുകളിലൊക്കെ ഒന്ന് ആവുന്ന രീതിയിൽ ഗ്ലൂ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഈർക്കിലിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈർക്കിലി എടുക്കുമ്പോൾ നല്ല തിന്നായിട്ടുള്ള ഭാഗം എടുക്കാതെ കുറച്ച് താഴോട്ടുള്ള കുറച്ച് വണ്ണം വരുന്ന ആ ഒരു ഭാഗത്തിൽ എടുക്കുക കേട്ടോ. ഇനി ആ പേനയിൽ തന്നെ കുറച്ച് സമയം ആ ഗ്ലൂ ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ പേന ഇതുപോലെ ഒന്ന് തിരിച്ചിങ്ങനെ കൊടുത്തിട്ട് ഊരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനിയും 2 പ്രാവശ്യം കൂടെ നമുക്ക് ചെയ്തെടുക്കണം. ടോട്ടൽ 3 പ്രാവശ്യം നമ്മളതുമേ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ആ പേനയിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അത് ആ ഈർക്കിളിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കാരണം ഒരു പ്രാവശ്യം കൂടെ നമുക്കതിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതായതുകൊണ്ട് ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ 3ാമത്തെ പ്രാവശ്യം പേനയിൽ ചുറ്റി ആ ഈർക്കിലിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ വൂളൻ ത്രെഡ് എല്ലാം അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഈസിയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ പെന്നിൽ വെച്ചിട്ട് തന്നെ ബ്ലേഡ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ചീപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ത്രെഡും ഒന്നിങ്ങനെ മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിനൊന്ന് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗം കുറച്ച് തിന്നായിട്ടും താഴോട്ട് വരുന്തോറും തിക്കായിട്ട് വരുന്ന രീതിയിൽ ട്രിം ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ പെന്നിൻ്റെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ വരുന്നുണ്ടാവും. അവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് ആ ത്രെഡുകളിലൊക്കെ ആയാൽ പിന്നെ അത് ആകെ ഒട്ടിയിട്ട് ഒരു ഭംഗിയില്ലാതാവും കേട്ടോ. അപ്പോൾ അവിടെ ഗ്ലൂ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നീറ്റായിട്ട് തന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ ഗ്ലൂ ചെയ്തിട്ട് 2 സൈഡിലുള്ള ത്രെഡ് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്റ്റിക്കിൽ ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ഒരു ബഞ്ചായിട്ട് നമുക്ക് ഫ്ലവർ വൈസിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. സ്റ്റിക്ക് ഫ്ലവർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ്സിൻ്റെ കൂടെയും അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ പല കളർ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ഫ്ലവർ വൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ട് നോക്കണേ. ഈസി ആയിട്ട് നമുക്ക് നല്ല അടിപൊളി ഫ്ലവർ വൈസുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലീഫിൻ്റെ കൂടെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ആയിരിക്കും കേട്ടോ. അപ്പോഴും നല്ല ഭംഗിയുണ്ട്. ആ ഗ്രീനും റെഡിൻ്റെ ഒക്കെ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഐഡിയ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കളർ വൂളൻ ത്രെഡാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. പിങ്കും ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിൽ ആ പിങ്ക് കളർ വൂളൻ ത്രെഡിൽ നിന്ന് ഒരു ചെറിയ പീസ് ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു വിരലിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 3 വിരൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മിഡിലിൽ ഏത് കളറാണോ വേണ്ടത് അത് ആദ്യം ചുറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കുറച്ച് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പിങ്ക് കളറും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിങ്ക് കളർ കുറച്ച് കൂടുതൽ തന്നെ ചുറ്റിയെടുക്കണം കേട്ടോ.
അപ്പോൾ ദാ ഇതുപോലെ ആ ത്രെഡ് മുഴുവനായിട്ട് വിരൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വെച്ച് കൊടുത്തിട്ടുള്ള ആ ചെറിയ പീസ് ത്രെഡ് വെച്ചിട്ട് ഇതിനൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ദാ ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയും ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതുമായിട്ടാണ് ആ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനി ചെറിയൊരു പീസ് കമ്പി എടുത്തിട്ട് ആ ചെറിയ ഭാഗത്ത് കൂടെ ഇത് കമ്പി ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ആ കമ്പി നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്ലവറിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു ചീപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതും പല കളറിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇനി ഒരു ബാംബൂ സ്റ്റിക്ക് എടുത്ത് ആ കമ്പിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ യെല്ലോയും റെഡും കൂടെ വെച്ചിട്ട് ഞാൻ വേറൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഓരോ പീസായിട്ട് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ലീവ്സിൻ്റെ ഒക്കെ കൂടെ ആയിട്ടും അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ബേസാണ്. ഞാനിപ്പോൾ അതിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഐഡിയ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് വുളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ പീസ് കമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വിരലിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വുളൻ ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കയ്യിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 20 ടൈംസ് ആണ് കേട്ടോ ഞാൻ ഇതുപോലെ വിരലിൽ ചുറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ കമ്പീനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ തിന്നായിട്ടുള്ള കമ്പിയൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ എങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറിയൊരു പീസ് ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമ്മളെ കയ്യിൽ ചുറ്റിയിട്ടുള്ള ആ ത്രെഡിൻ്റെ അകത്ത് കൂടെ എടുത്തിട്ട് മുകൾ ഭാഗത്തേക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ബഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ടോട്ടൽ 15 പീസ് നമുക്ക് വേണം. അപ്പോൾ ബാക്കി പീസുകൾ ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പീസ് കമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ കളർ വുളൻ ത്രെഡും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് അതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു ബഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ 2 എണ്ണം പിന്നെ 3 അങ്ങനെ ആ രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഓരോ ബഡ് വെച്ച് കൊടുക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റാറുണ്ടല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിവിടെ വുളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ ഗ്രീൻ ടേപ്പിന് ചുറ്റി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ക്രീപ്പ് പേപ്പർ, ഗ്രീൻ കളറിലുള്ള ക്രീപ്പ് പേപ്പർ ചുറ്റി കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ വുളൻ ത്രെഡ് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ ആർട്ട്, വാൾ ഹാങ്ങിങ്സ്, പിന്നെ പക്ഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ 3 പീസ് വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് ഇങ്ങനെ ചുറ്റും തോറും നമുക്ക് ആ ത്രെഡ് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിലായിട്ട് നിങ്ങളൊന്ന് ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി.
ഇനിയിപ്പോൾ 4 ബഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 4 ബഡും നമ്മൾ ഒരുമിച്ച് വെച്ച് ത്രെഡ് ചുറ്റി കൊടുക്കുമ്പോൾ അത്ര നീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഓരോ ബഡ് വെക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് അടുത്ത ബഡും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കി നമ്മൾ താഴോട്ട് എത്ര ബഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ടോ അപ്പോൾ അതൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നല്ലത് നീറ്റായിട്ട് തന്നെ കറക്റ്റായിട്ട് അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ 5 ബഡ്സ് വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്സിൻ്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടാട്ടോ, അപ്പോൾ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും. പിന്നെ ഇത് പല കളറിലൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 3ഉം ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മൺഡേ, വെനസ്ഡേ, സാറ്റർഡേ വൈകുന്നേരം 5:30ക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.